തൃശൂരിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി വി വിനോദിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. തൃശൂരിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. സൂരജ്, പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മനസ്സിലാക്കുന്നു. എപ്പോഴാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നത്? മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റിന, ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഇപ്പോൾ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 1 മണിക്കൂറിനകം എറണാകുളത്തെ മഞ്ഞുമല്ല ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ ഈ റെയിൽവേ പോലീസ് അടക്കമുള്ളവർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഈ റെയിൽവേ സ്റ്റേഷനിൽ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പൊതുദർശനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയതിനെ തുടർന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നേരത്തെ തന്നെ പൂർത്തിയായെങ്കിൽ പോലും മൃതദേഹം വിട്ടുകിട്ടുന്നതിന് ചില കാലതാമസം ഉണ്ടായിരുന്നു. അത് ഈ ക്ലറിക്കൽ വർക്കുകളിലുണ്ടായ ഒരു ചെറിയ സാങ്കേതിക പിഴവാണ് ഇത്തരത്തിൽ മൃതദേഹം വിട്ടുകിട്ടാൻ വൈകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ വിട്ടു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം വൈകിയത് കൊണ്ട് നിലവിൽ എറണാകുളത്ത് നിശ്ചയിച്ചിരുന്ന പൊതുദർശനം മാറ്റിയിട്ടുണ്ട്. പകരം ആ പൊതുദർശനത്തിൽ പങ്കെടുക്കാൻ എത്തിയവരോട് മഞ്ഞുമല്ല വീട്ടിലേക്ക് എത്താനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടത്തിൽ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് തലക്കേറ്റ ആഘാതം തന്നെയാണ് ഈ മരണകാരണത്തിന്റെ പ്രധാന കാരണമായി കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം അല്പസമയം മുമ്പാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള രജനീകാന്തയെ കോടതിയിൽ ഹാജരാക്കും. തൃശ്ശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും ഹാജരാക്കുക. ക്രിസ്റ്റീന, ശരി. തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്.